ഗുജറാത്തിലെ സൂറത്തിൽ 2 വയസ്സുകാരനെ അഴുക്കുചാലിൽ വീണ് കാണാതായി. 150 മീറ്ററോളം ആഴത്തിൽ പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഗുഡ് മോർണിംഗ്. ദൗർഭാഗ്യകരമായ സങ്കടകരമായ വാർത്തയാണ്. കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയല്ലേ പ്രതീക്ഷ? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. ഗുജറാത്തിലെ സൂറത്തിലാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. ഇന്നലെ വൈകിട്ട് 5:30യോടെയായിരുന്നു സൂറത്തിലെ വരിയാവ് ഗ്രാമത്തിൽ അമ്മയോടൊപ്പം നടന്നു പോകുന്നതിനിടെ 2 വയസ്സുകാരൻ ഈ മാൻഹോളിൽ വീണുപോയത്. ഈ മാൻഹോളിൻ്റെ മൂടി അത് ഒരു ട്രക്ക് കയറി അത് തകർന്നു പോയിരിക്കുകയായിരുന്നു. തുടർന്ന് കുഞ്ഞ് അബദ്ധത്തിൽ ഈ മാൻഹോളിലേക്ക് വീണ് അതിന് താഴെയുള്ള അഴുക്കുചാലിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. 5 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി കുഞ്ഞിന് വേണ്ടി തെരച്ചിൽ ഉടൻ തന്നെ ആരംഭിച്ചെങ്കിലും കുഞ്ഞിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അഴുക്കുചാൽ എന്നുള്ളത് വലിയ ഒരു അഴുക്കുചാലാണ്. കൂടാതെ ഇത് ഒഴുകുന്ന ദിശയിൽ ഈ കുഞ്ഞ് വീഴുന്ന സമയത്തിൽ ഇതിൽ ഒഴുക്കുണ്ടായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഈ വെള്ളം ഒഴുകുന്ന ദിശയിൽ ഏതാണ്ട് 150 മീറ്ററോളം രാത്രിയോടെ പരിശോധന നടത്തിയെങ്കിലും കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഈ ഘട്ടത്തിലും പങ്കുവയ്ക്കുന്നത്. ഹഷ്മി. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു കുട്ടിയാണ് അഴുക്കുചാലിൽ വീണ് കാണാതായി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അഴുക്കുചാലിൽ വീണും കുഴൽക്കിണറിൽ വീണൊക്കെ കുട്ടികൾ വീഴുന്നു എന്നുള്ള വാർത്ത നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നായി ഏതാണ്ട് ആഴ്ചയിലൊന്ന് എന്ന ആവറേജ് നിരക്കിൽ ആഴ്ചയിലൊന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ കേൾക്കുന്നുണ്ട്. സങ്കടകരമാണ്. എന്തായാലും ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ജീവനോടെ ആരോഗ്യത്തോടെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.